വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാർ. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചാണ് RCBയുടെ രണ്ടാം WPL കിരീടം സ്വന്തമാക്കിയത്. RCB, truly the best. 2024 ഫൈനൽ തോൽവിക്ക് പകരം വീട്ടാനിറങ്ങിയ ഡൽഹിക്ക് വീണ്ടും നിരാശ. സ്മൃതിയുടെയും ജോർജിയയുടെയും കൊടുങ്കാറ്റിൽ ഫൈനലിൽ വീണ്ടും തരിപ്പണമായി ഡൽഹി ക്യാപിറ്റൽസ്. Success. Captains in 2024 of the WPL, captains in 2025 of the IPL, now champions of the Tata WPL 2026. WPL ഫൈനലിലെ റെക്കോർഡ് ചേസിംഗിനാണ് ആരാധകർ വഡോദരയിൽ സാക്ഷ്യം വഹിച്ചത്. ഡൽഹി ഉയർത്തിയ 204 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ RCB കാഴ്ചവെച്ചത് ബാറ്റിംഗ് വിസ്മയം. തുടക്കത്തിൽ ഗ്രേസ് ഹാരിസിനെ പുറത്താക്കി ചിനല ഹെൻറി വിറപ്പിച്ചെങ്കിലും ജോർജിയ വോളിനെ കൂടെ കൂട്ടി സ്മൃതിയുടെ അതുല്യ പ്രകടനം. ഡൽഹി ബൗളർമാരെ നിലത്ത് നിർത്താതെ സ്മൃതിയും ജോർജിയയും കൂറ്റനടികൾ തുടർന്നതോടെ RCB രണ്ടാം കിരീട സ്വപ്നത്തിലേക്ക്. എന്നാൽ 79 റൺസ് എടുത്ത ജോർജിയെ പുറത്താക്കിയതിന് പിന്നാലെ 87 റൺസ് എടുത്ത സ്മൃതിയെയും പുറത്താക്കി ഡൽഹിയുടെ തിരിച്ചുവരവ്. തൊട്ടു പിന്നാലെ റിച്ച ഘോഷിനെ കൂടി പുറത്താക്കി RCBയെ ഡൽഹി വരിഞ്ഞു മുറുക്കി. എന്നാൽ നാഡിൻ ഡി ക്ലാർക്കും രാധാ യാദവും ചേർന്ന് RCBക്ക് രണ്ടാം കിരീടം നേടിക്കൊടുത്തു. Smriti Mandhana has the honours. It was there in 2024. It was a historic first, and now they join the Mumbai Indians with 2 titles each. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിയെ അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ജെമിമ റോഡ്രിഗസിന്റെയും ലോറയുടെയും വെടിക്കെട്ട് പ്രകടനമാണ് മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്മൃതി മന്ദാന സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയതിനുള്ള പർപ്പിൾ ക്യാപ്പ് ഗുജറാത്ത് ജയൻസിന്റെ സോഫി ഡിവൈനും നേടി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.